നമസ്കാരം, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൈസൂർ ബോണ്ടയാണ്. ഒരു സ്നാക്സ് ഐറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ ബോണ്ടയാണ്. അപ്പം അതിനാവശ്യമായിട്ട് വേണ്ടത് ആദ്യം കുറച്ച് കേട് വേണം. അപ്പം ഞാൻ ദേ കുറച്ച് കേട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കട്ട തൈര് ഒഴിച്ചിട്ടുണ്ട് കുറച്ച്. എന്നിട്ട് വേണ്ടത് പിന്നെ അടുത്തത് ഒരു കുറച്ച് മൈദ. അപ്പോൾ ഒരു ഞാൻ കപ്പിൽ അളന്നെടുക്കുന്നുണ്ട്. ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പാക്കറ്റ് ഇപ്പോൾ പൊട്ടിക്കണേലും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അളന്നെടുത്തതാണ്. മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടത് ഞാൻ കുറച്ച് ഉപ്പിടുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. മൈദ ഇതിലിതാ കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് എന്നിട്ട് അപ്പൊ ഞാൻ മൈദ എടുത്ത ആ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തത് കേട്ടോ. എന്നിട്ട് ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കിതൊന്ന് ഇളക്കണം. അപ്പൊ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതാ നല്ലത് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കുക. പുറത്തേക്കൊക്കെ തൂവി പോകുന്നുണ്ട്, സാരില്ല, കുഴപ്പമില്ല, നമുക്ക് തുടയ്ക്കാമല്ലോ. വിസ്ക് വെച്ച് കുറച്ചിങ്ങനെ ഇളക്കി ഒരു ഏകദേശം ഒരു കാണിച്ചു തരാം കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം നിങ്ങളെ. ഞാനൊന്ന് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്. നന്നായിട്ട് ഉള്ളിയൊക്കെ ഇട്ട് അത്രയും സ്വാദ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 10-15ഓളം ഉള്ളി ഉണ്ടാവും. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പൊക്കെ നിങ്ങൾക്ക് എത്രയാ രീതിയിലെന്ന് വെച്ചാൽ ആ രീതിയിൽ ഉപ്പൊക്കെ ഇടുക കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടി അപ്പം നമുക്കിത് എടുത്തിടാൻ പറ്റണ ആ ഒരു ലെവലിൽ വേണം ആക്കാൻ. അപ്പൊ വല്ലാണ്ട് വെള്ളമായാൽ ശരിയാവില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. കണ്ടില്ലേ, ഇത് ഈ വിസ്ക് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ശരിയായി കിട്ടും. നേരെ മറിച്ച് കൈ കൊണ്ടാകാതെ കയ്യിലും എല്ലാം ഒട്ടിപ്പിടിച്ച ആകെ ഒരു പ്രശ്നമാവും. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പൊ കണ്ടല്ലോ, ഇത് ചിലർ ഇതില് ബേക്കിംഗ് സോഡയൊക്കെ ഇടും. ഞാനൊന്നും ബേക്കിംഗ് സോഡയൊന്നും ഇടാറില്ല. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു ലിഡ് വെച്ച് അടച്ച് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കണ്ടില്ലേ, ഞാൻ ലിഡ് വെച്ച് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ ഒരു വലിയൊരു സ്ട്രെയിനറിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലിട്ട് കഴിഞ്ഞാൽ കൂടുതൽ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തോളും. അങ്ങനെയാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, മീൻസ് സ്നാക്സ് ഐറ്റം എണ്ണയിലൊക്കെ വറക്കണതും പൊരിക്കണതും ഒക്കെ വെക്കണേ. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇങ്ങനത്തെ ഒരു സ്പൂൺ, ഇതിപ്പോൾ ഞാൻ ആ ഇതിലിട്ടിരുന്നതാട്ടെ. ഇങ്ങനത്തെ ഒരു സ്പൂണ് ഞാൻ ആ മൈദയിലിട്ടിരുന്നതാണ്. മൈദയുടെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചില്ലേ, കണ്ടില്ലേ, വെച്ചിരുന്ന സ്പൂണാണ്. ഈ സ്പൂൺ കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടാൽ കറക്റ്റായിട്ട് ചെറിയ ഇതായിട്ട് വരും. കണ്ടില്ലേ. അപ്പോൾ ഏറ്റവും സിമ്മിൽ വെക്കുക. നമ്മൾ കൈ തൊടണ്ട, കയ്യിൽ ഇതാവില്ല. ഇതിൽ ചെറിയ സ്പൂൺ എടുത്താലും മതി. അങ്ങനെ നമ്മൾ ഇതുണ്ടാക്കാം കേട്ടോ. സ്പൂൺ ഞാനിത് എന്താണെന്ന് വെച്ചാൽ റൗണ്ട് ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് റൗണ്ട് ആയിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്പൂൺ എടുത്തത്. ഇല്ല, നിങ്ങളുടെ കയ്യിലുള്ള സ്പൂൺ എടുത്താലും മതി. കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു 5-6 എണ്ണം ഇടാം. ഞാനിത് അയൺ കടായിയാണ്. അപ്പോൾ കുറച്ച് ചൂട് കൂടുതലാവും. കണ്ടില്ലേ, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല. കണ്ടില്ലേ, അത് വിട്ട് വന്നോളൂ.
ഇങ്ങനെ ഇത് ഷേപ്പ് നമുക്ക് ഓരോ ഷേപ്പ് വേണമെങ്കിൽ ചെറുതായിട്ട് അത് ഓരോന്നോരോന്നായിട്ട് ഇതായി വരുമ്പോൾ കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് സ്പൂൺ കൊണ്ട് ഇടുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. കണ്ടില്ലേ, ഇതാ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിട്ടു വരും. അതുപോലെ നമുക്ക് ഇതെടുക്കാം. ഓക്കെ, അപ്പം ഇതാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇടുമ്പോൾ അത് ഒരുമിച്ച് ഇങ്ങനെ ആയാലും വിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൈ കൊണ്ടും കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ വ്യത്യാസമായിട്ടുള്ള ഷേപ്പിൽ വരും. എങ്ങനെയായാലും ഇത് അത്ര ഷേപ്പൊന്നും വരില്ല. ഓക്കെ, അപ്പം അതുപോലെ നമുക്ക് ഇതൊന്ന് സിമ്മിൽ വെക്കുക. കാരണം സിമ്മിൽ വെച്ചാൽ ഉള്ളിലൊക്കെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം സിമ്മിൽ വെച്ച് ഉണ്ടാക്കുക. ഓക്കെ, രണ്ടാമത്തെ ട്രിപ്പും കൈ കൊണ്ടിട്ടു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ വലിയ ഷേപ്പൊന്നും വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെ അതും ഫ്രൈഡ് ആയി തുടങ്ങി. അപ്പോൾ ആദ്യം ഇങ്ങനെ ജോയിൻ ചെയ്തതൊക്കെ ചൂടായി ഫ്രൈ ആയി വരുമ്പോഴും വിട്ട് ഓരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പം ഇത് ആദ്യത്തെ എൻ്റെ ഇതിൽ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 7 കിട്ടി ഫസ്റ്റത്തേൽ. അങ്ങനെ ഇനിയൊരു 10-25 എണ്ണൊക്കെ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. 2 കപ്പ്. ഞാൻ അളവൊന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാട്ടോ. അപ്പോൾ വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ മൈദയുണ്ട്, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. ഇതാ കണ്ടില്ലേ, ഇത് ഫ്രൈഡായി. ഞാനത് ആ ഒരു സ്ട്രെയിനറിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചതിലേക്ക് ഇതാ മാറ്റുകയാണ് കേട്ടോ. ഇനി അടുത്ത ട്രിപ്പ് ഇടുകയാണ്. അത് ഞാൻ കൈ കൊണ്ട് ഇടുന്നില്ല, കാരണം കയ്യിലൊക്കെ ആവും. അതിൽ വേറെ സ്പൂൺ കൊണ്ട് ഇടുകയാണ്. വേറൊരു സ്പൂൺ കൊണ്ടിടാം. കുറച്ചും കൂടി നീളമുള്ളത് ഒരു സ്റ്റീലിൻ്റെ ഇതുകൊണ്ടിടാം. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാക്കിയതൊന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതായത് ലാസ്റ്റത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടില്ലേ, ഇനി ഒരു ലാസ്റ്റത്തെ ട്രിപ്പായതുകൊണ്ട് എല്ലാം ക്ലീനാക്കി ഇതാണ്. കണ്ടില്ലേ, കഴിഞ്ഞു. ഇനി നിങ്ങളൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും ഉണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്സ് എഴുതുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബായ്. അതായത് ലാസ്റ്റത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടില്ലേ, ഇനി ഒരു ലാസ്റ്റത്തെ ട്രിപ്പായതുകൊണ്ട് എല്ലാം ക്ലീനാക്കി ഇതാണ്. കണ്ടില്ലേ, കഴിഞ്ഞു. ഇനി നിങ്ങളൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും ഉണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്സ് എഴുതുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബായ്.